ഓം ക്രീം സ്വാഹ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ. അയ്യോ, നീ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ സത്യത്തിൽ കണ്ടില്ല കേട്ടോ. നീ എന്താ വന്ന കാര്യം പറഞ്ഞേ? രണ്ട് പിള്ളേരെ നമ്മളെ കാണാൻ വന്നിരുന്നു സ്വാമി. അത് പറയാനേ അത്ര ധൃതി പിടിച്ച് വന്നത്. ഓ, അതിനിപ്പോ എന്താ, രണ്ടുപേരെ അകത്തേക്ക് പറഞ്ഞേക്കുക. പിന്നെ ഒരു കാര്യം പറയാണ്, നീ അയാളെ മുമ്പിൽ ചെന്ന് തർക്കുത്തരവൊന്നും പറയില്ല. ഒരു പാവം സ്വാമിയാണ് കേട്ടാ. ഓ, ഞാൻ ആലോചിക്കാന്നല്ല, നീ കൂടുതൽ തർക്കുത്തരവൊന്നും പറയണ്ട. വരിക സ്വാമി. നിങ്ങൾ വന്നോ? എന്താ അവിടെ നിക്കണേ? ഇരിക്കുക. എന്താ നിങ്ങള് നിതമും താഴെ പതിയത്തില്ലേ? ഇനി പറയാ, എന്തിനാ നിങ്ങൾ രണ്ടുപേരും വന്നത്? പിന്നെ സ്വാമി, അല്ല, സാധാരണ നമ്മളൊരു സ്വാമിയുടെ അടുത്ത് വരുമ്പോ ലൂഡോ കളിക്കാനല്ലോ മിണ്ടാതിരിടാ. ഓ, അങ്ങനെയാണോ? എന്നൊരു കാര്യം ചെയ്യാ, താൻ ഇവിടെ ഒന്ന് ഇരിക്കുക. അയ്യോ സ്വാമി, അതൊന്നും വിചാരിക്കില്ലേ, ഇവന് വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ ഞാൻ ഇവിടെ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവന്റെ കല്യാണത്തിന് ഒരു നല്ലൊരു ഡേറ്റ് കുറിക്കണം. അതിനാണ് ഞാൻ ഇവിടെ വന്നത്. ക്ഷമിച്ച് കളയിക്കുന്നു, ചെറുക്കന് വിവരം ഇല്ലാതായി പോയി. ആ ജാതകം തന്നെ സ്വാമി. ഇതെന്ത് ജീവി? വൈദി, എന്തിനാ താൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നത്? ഒന്നും കൂടെ കണ്ണി ഭസ്മം ചെയ്യാൻ വയ്യ, ഇതുകൊണ്ടാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കണ്ണടി വെച്ചോണ്ട് വന്നേക്കണേ. ഇത് കൂടെ നേരമല്ലേ, ഇത് വല്ല നടക്കോ? മിണ്ടാതിരുന്നേണ്ടാ. സോറി സ്വാമി. എന്താ കുട്ടിക്ക് നമ്മുടെ അടുത്തൊരു വിശ്വാസക്കുറവ്? വൈദി, ഞങ്ങൾ ആരാണെന്ന് കുട്ടിക്ക് മനസ്സിലായി കാണൂല. വലിയ പിടുത്തില്ലേ? നിങ്ങളാര്? ചെറുക്കനെ കൊണ്ട് ശല്യമായത്. ഞങ്ങളിപ്പോ എന്തിനാ അടികൂടുന്നേ? നമുക്ക് കുട്ടിയുടെ കല്യാണകാര്യം ഡിസ്കസ് ചെയ്യാം. വരൂ വരൂ. സ്വാമി, ഇവന്റെ ജാതകത്തിന് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ശനിദോഷം. പക്ഷേ അതെനിക്ക് മാറ്റിത്തരാൻ പറ്റും. പ്രശ്നം ഉണ്ടാകാൻ നോക്കണ്ട, ഡേറ്റ് കുറിച്ച് ഞാൻ ഡേറ്റ് ഒക്കെ പെട്ടെന്ന് ചെയ്തു തരാം. പക്ഷേ ഈ കല്യാണം ഒരു സക്സസ് ആവുമെന്നും പറയാൻ പറ്റത്തില്ല. സക്സസ് ഉണ്ടാകാൻ നോക്കണ്ട, ഡേറ്റും കുറിച്ച് സെപ്റ്റംബർ 23 ആ ദിവസം കല്യാണം നടന്നിട്ടുള്ള ആരും ഫെയിലായിട്ടില്ലെന്നാ എൻ്റെ രൂപം. അപ്പോ നിങ്ങൾ അന്ന് കല്യാണം വെച്ചോ, അന്ന് കിടിലായിരിക്കും. എന്താ പിന്നെ നിങ്ങൾ ഇറങ്ങിയ സ്വാമി? ശരി, നീ വീട്ടിൽ വാട്ട കാണിച്ചു തരാം ഞാൻ. അല്ല, അവിടെ എത്ര ഫീസ് വാങ്ങണം? അതിപ്പോ 1000 വാങ്ങിയില്ലേ, എന്നെ കളിയാക്കിയതല്ലേ അവര്, അത്രയെങ്കിലും വേണം. 1000 വേണോ സ്വാമി? നീ പോയി വാങ്ങിയാ മതി, കൂടുതൽ ശബ്ദിക്കണ്ട, പോക. അല്ല, ഒന്ന് നിന്നേ. അത് ഇവിടെ പോകുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. ഈ വഴിക്ക്, അതായത് എനിക്ക് ചെറിയൊരു ടിപ്പ് തരണം. എന്റെ നാട്ടിൽ അങ്ങനത്തെ ചടങ്ങൊന്നുമില്ല.